81 kg. What? 180 centimeters. I think I'm perfectly fit for hanging. ശരി, നിങ്ങൾ പോയിക്കൊള്ളൂ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ മീൻ നല്ല ഫുഡോ ഡ്രിങ്ക്സോ എന്തെങ്കിലും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടിയാക്കൊള്ളാം. വിൽപത്രം എഴുതാൻ. മുറിയിലെത്തിക്കാം, പോരെ? മതി. സർ, രവി പറഞ്ഞ മുറിയിൽ ബോധം കെട്ടു വീണു. എപ്പോ? ജസ്റ്റ് നൗ. ഞാൻ നോക്കിയിട്ടാണ് വരുന്നത്. എന്ത് സംഭവിച്ചതാ? ഐ ഡൗട്ട് എ സെറിബ്രൽ ഹെമറേജ്. മൈ ഗോഡ്. ലെഫ്റ്റ് സൈഡ് പാരലൈസ് ചെയ്തെന്ന് തോന്നുന്നു. എനിവേ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണം. Then quick. ഹലോ. ശശി, ഇത് ഞാനാണ്, ഇബ്രഹാം. എന്താ സർ വിശേഷം? ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. ആ രവിവർമ്മ തടവ് ചാടി. വൈകിട്ട് അയാൾ എന്തോ രോഗം അഭിനയിച്ച് മുറിയിൽ ബോധം കെട്ടു വീണു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് രക്ഷപ്പെട്ടത്. പോലീസ് അയാളുടെ പിന്നാലെ തന്നെ ഉണ്ട്. മിക്കവാറും നേരം വെക്കുന്നതിന് മുമ്പ് അയാളെ പിടിക്കും. പിന്നെ അസമത്ത് ആരെങ്കിലും വന്ന് മുറിയിൽ തട്ടുവോ മുട്ടുവോ ചെയ്താൽ തുറക്കണ്ട. അയാൾ എന്തിന് ഇവിടെ വരണം? വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ശശിയാണല്ലോ അയാളെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഇനി അതിന്റെ വിരോധം മറ്റോ അയാൾക്കുണ്ടെങ്കിലോ? ഞാനൊരു സംശയം പറയുന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. ആരാ ശശി? ചീഫ് എഡിറ്റർ. എന്താ ഈ അസമയത്ത്? എന്താ ശശി, എന്തു പറ്റി? രവിവർമ്മ തടവ് ചാടി. എപ്പോൾ? ഇന്ന് രാത്രി. നാളെ വെളുപ്പിനല്ലേ രവിയെ? ആരെങ്കിലും വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ആരും വരില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. പോയി നോക്കാം. അയ്യോ വേണ്ട സുമേ, കുഴപ്പമില്ല. കഥ ഓർക്കാതിരുന്നാ മതി. ആരാണെന്ന് ചോദിച്ചത്? പോലീസാ? എന്താ ഇൻസ്പെക്ടർ?
രവിവർമ്മ എന്നൊരു തടവ് പുള്ളി ജയിൽ ചാടി. ഞങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അയാളെ കാണുന്നില്ല. അകത്ത് ശബ്ദമൊന്നും കേട്ടില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾ കഥ കടച്ചു കിടന്നോളൂ. സുമേ, നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അത് ഈ മനുഷ്യന് വേണ്ടി. ഒരു കൊലപാതകം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇയാളെ... ശശി, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ടത് ഒരു ഡോക്ടറുടെ ചുമതലയാണ്. എല്ലാം അറിയാവുന്ന നിനക്കെന്താണ് ഇയാളോട് ഇത്ര സഹതാപം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞല്ലോ, ഇനി പോലീസിൽ അറിയിക്കാം. ഇയാൾക്ക് ബോധം തെളിയുന്നതിന് മുൻപ്... സുമി, നിനക്ക് ഭ്രാന്താണ്. ഇയാൾക്ക് ബോധം വന്നാൽ നമ്മളെ രണ്ടുപേരും ഇയാൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല. രവിക്ക് ഇപ്പോഴൊന്നും ബോധം വീഴില്ല. പൾസ് തീരെ വീക്കാണ്. രക്തം കുറെ ഏറെ പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്, പോലീസ് വരട്ടെ, അവര് കൊണ്ടുപോയി ചികിത്സിച്ചോളും. ശശി, ഹലോ, പോലീസ് സ്റ്റേഷൻ. രവിയുടെ പോക്കറ്റിൽ കിടന്ന മുദ്രക്കടലാസായത്. എന്താ ഇതില്? ഞാൻ വായിക്കാം. തെക്കങ്കൂർ കോവിലകത്ത് രവി എന്ന് വിളിക്കപ്പെടുന്ന KV രവിവർമ്മ എഴുതുന്ന വിൽപ്പത്രം. സുപ്രീം കോടതി വിധി പ്രകാരം ഈ വരുന്ന 14-ാം തീയതി വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ഞാൻ എന്റെ സർവ്വ സ്വത്തുക്കളും പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും കൊല്ലപ്പെട്ട എന്റെ ഭാര്യ മേഴ്സിയുടെ ഇളയ സഹോദരിയായ ശശികല വർഗീസിനും സഹോദരനും മൈനറുമായ ജോയ് വർഗീസിനും ഇതിനാൽ നൽകിക്കൊള്ളുന്നു. സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. രവിവർമ്മ. ശശി, ഹി സ്റ്റിൽ ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ട്രിപ്പ് ആംബുലൻസ് എടുത്തിട്ട് വരാം. സുമേ, ഞാൻ... ശശി, പ്ലീസ്, പറയുന്ന കേൾക്കൂ.